ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ കൊണ്ടുള്ള കുറച്ച് വിഭവങ്ങൾ പരിചയപ്പെടുത്താനാണ്. നമ്മൾക്ക് മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ പച്ചമാങ്ങ കൊണ്ടും പഴുത്ത മാങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ മാങ്ങ കാലാണ് ഇപ്പോൾ എല്ലായിടത്തും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നാളത്തേക്ക് മാങ്ങ എടുത്തു വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ കുറച്ചെടുത്തിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇതേപോലെ ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം ഞാനിത് വെയിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര വെയിലാണ്, 48 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ വെയിൽ. അപ്പോൾ കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഇതിലത്തെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഞാനിത് വെയിലത്ത് കുറച്ച് നേരം കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വിധം അച്ചാറിടുകയാണെങ്കിൽ നമ്മൾക്ക് കുറേ നാൾ, നമ്മൾക്ക് വർഷങ്ങൾ 1-2 വർഷം വരെ നമ്മളുടെ ഈ അച്ചാർ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഞാനൊരു അരമണിക്കൂറും കൂടി ആയിട്ടില്ല വെയിലത്ത് വെച്ച് കൊടുത്തിട്ട്. അപ്പോഴത്തേക്കും ഇതേപോലെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുളക് കൂടെ ചേർത്തിട്ടാണ് ഇത് അച്ചാറിട്ട് വെക്കുന്നത്. അപ്പോൾ നല്ല എരിവില്ലാത്ത മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളകും എടുക്കാം. അപ്പോൾ എരിവുള്ള മുളകാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടില്ല. ഇതേപോലെ എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ കുട്ടികൾ ആ മുളകൊക്കെ കൂട്ടി കഴിച്ചോളും. സ്കൂളിലേക്കൊക്കെ നമുക്ക് ചോറ് കൊടുത്ത് വിടുമ്പോഴൊക്കെ ഇതേപോലെ ഒരു തരി അച്ചാറൊക്കെ കൊടുത്തുവിട്ടാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അതേപോലെ നമ്മൾക്കും ഒരു തരി സൈഡിലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു മുളക് ഞാൻ 2 ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എരിവുള്ള മുളകാണെങ്കിൽ നമ്മളുടെ ആ ഒരു കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ എരിവ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് എരിവില്ലാത്തതുകൊണ്ട് നമ്മൾ കുരുവൊന്നും കളയുന്നില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി വിതറിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കഴുകി തുണി കൊണ്ട് തുടച്ചെടുത്തതാണ്, വെള്ളം ഇല്ലാതെ. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു മുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കാരണം പിന്നെ അത് പൊട്ടിത്തെറിക്കൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ മുളകൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളുടെ മുളക് ഇത്ര നമ്മൾക്ക് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി അത് കോരിയെടുക്കാം. ഇനി നമ്മൾക്ക് ആ ഓയിലിൽ നിന്ന് കുറച്ച് നമ്മൾക്ക് മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഒരിത്തിരി ഉലുവയും ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു അച്ചാർ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇതിലേക്ക് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ഒരു മാങ്ങയുടെ കൂട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലൊന്നും ഒരു തുള്ളി പോലും വെള്ളം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാങ്ങച്ചാറൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഭരണിയിലൊക്കെ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കണം. അപ്പോൾ നമ്മളുടെ ആ ഒരു മുളക് കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ മുളകും ചോറിനോടൊപ്പം കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു പിക്കിള്. നന്നായിട്ട് നമ്മളതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരിത്തിരി വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ലേശം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങയുടെ ആ ഒരു പുളിപ്പൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചാണ്, കുറേയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ആ ഭയങ്കര ആ കുത്തുപുളി ഒന്ന് ഒതുങ്ങാനായിട്ട്. പിന്നെ അതിലേക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ അതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു മാങ്ങച്ചാർ ഇടാത്തവരാണെങ്കിൽ ഇട്ട് വെക്കുക. നമ്മൾക്ക് കുറേ നാൾ നമ്മൾക്ക് ഈ ഒരു മാങ്ങച്ചാർ നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മൾക്ക് മാങ്ങച്ചാറ് 1 വർഷം 2 വർഷം ഈ അച്ചാർ ഇരിക്കും.
ഒരു തുള്ളി പോലും ഇതിൽ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഇട്ട് വെക്കുന്നത്. നമ്മളിവിടെ ഇതിപ്പോൾ തന്നെ തീരും. അപ്പോൾ മാങ്ങ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കാം, അതേപോലെ നമുക്ക് മാങ്ങാക്കറി വെക്കാം, അതേപോലെ നമുക്ക് പല സാധനങ്ങളും മാങ്ങ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാം. ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് മാങ്ങ വെച്ചിട്ട് ഇപ്പോൾ പച്ചമാങ്ങ കൊണ്ടും പഴുത്ത മാങ്ങ കൊണ്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് ഇന്നത്തെ യുഗത്തിൽ ഉണ്ടാക്കാം. പണ്ടൊന്നും ഇത്ര സാധനങ്ങളൊന്നും ആൾക്കാർ ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് ഉമ്മയ്ക്ക് പറയാറ്. ഇപ്പോൾ പല തരത്തിലും നമ്മൾ മാങ്ങ കൊണ്ട് പലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളം കലക്കാനും അതേപോലെ സ്ക്വാഷ് ഉണ്ടാക്കാനും കറി വെക്കാനൊക്കെ നമുക്ക് വേറൊന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളുടെ ഈ മാങ്ങകൾ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഇതേപോലെ കുറച്ച് മാങ്ങ നമ്മൾക്ക് അരിഞ്ഞ് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ നമുക്ക് തൊലി ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് കാലാവസ്ഥയിലും ഏത് മാങ്ങ ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് കറിയിൽ മാങ്ങ ഇട്ട് കൊടുക്കാം. 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഇരിക്കും ഈ മാങ്ങ നമ്മൾ ഇതേപോലെ ഫ്രീസറിൽ വെച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ എത്ര മാങ്ങ ഇല്ലാത്ത ടൈം ഉണ്ടായാലും നമ്മളുടെ വീട്ടിൽ മാങ്ങ ഉണ്ടാവും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഇതേപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേ നേരമൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് കോരിയെടുക്കാം. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടത് ഈ മാങ്ങയിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് നമ്മൾ ആ ഒരു വെള്ളം തുടച്ച് കളയണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊക്കെ കോരിയെടുക്കാം. കോരി നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം വേണം നമ്മളൊരു കോട്ടനോ ടിഷ്യോ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു മാങ്ങ നന്നായിട്ട് തുടച്ചെടുക്കാനായിട്ട്. ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ ഈ മാങ്ങ തുടച്ചെടുക്കുന്നത്. നന്നായിട്ട് നമ്മളത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു കവറിലേക്ക് നമ്മളുടെ മാങ്ങ കുറേശ്ശെ ഇട്ട് വെക്കാം. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുക്കാനായിട്ടുള്ള രൂപത്തിൽ നമുക്ക് മാങ്ങാക്കറി വെക്കാനൊക്കെ ഇതേപോലെ നമ്മൾക്ക് എടുത്ത് വെച്ചാൽ എത്ര മാങ്ങില്ലാത്ത ടൈമിൽ നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാം. നല്ല സുഖമാണ് ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ. മാങ്ങില്ലാത്ത ടൈമൊക്കെ വരുമ്പോൾ ഭയങ്കര വിലയാണ്. മാങ്ങക്കൊക്കെ ഒരെണ്ണത്തിന് തന്നെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാങ്ങ അധികമായിട്ട് കിട്ടുന്ന ടൈമിൽ ഇതേപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ടൈമും നമ്മൾക്ക് മാങ്ങ ഉപയോഗിക്കാം. ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ കാലത്തിനുള്ള കുറച്ച് മാങ്ങ ഞാൻ ഇതേപോലെ ഉണക്കിയും വെക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ അരിഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം വെയിൽ കൊള്ളിച്ച് ഉണക്കി നമുക്കൊരു ഭരണിയിലോ ടിന്നിലോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏത് സമയത്തും നമ്മൾക്ക് ഇതേപോലെ മാങ്ങ ഉപയോഗിക്കാം. അത് മാങ്ങ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.